ഹായ് ഗൈസ്, നിങ്ങൾ തമ്പിലേയിൽ കണ്ടപ്പോൾ തന്നെ ഇന്നത്തെ എൻ്റെ പ്രീ വർക്കൗട്ട് മീലും അതുപോലെ തന്നെ പോസ്റ്റ് വർക്കൗട്ട് മീലാണ് ഞാൻ കാണിക്കുന്നത്. വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും. ഞാൻ മാക്സിമം കട്ട് ചെയ്ത് ഇടാൻ വേണ്ടി നോക്കാം. ചാനൽ നിങ്ങൾ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക, ഓക്കെ? സപ്പോർട്ട് ചെയ്യുക. ഇതിൻ്റെ രണ്ടാമത്തെ ചാനലാണ്. ചെറിയൊരു കൺസിഡറേഷൻ, നിങ്ങൾ കാണുന്നവർ മാക്സിമം കമൻറ്റും ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക, ഓക്കെ? വീഡിയോയിലോട്ട് പോകാം. സോ ഗൈസ്, ഇത് ഞാൻ എടുത്തിട്ടുള്ളത് 2 ബനാന, 2 പഴം, അതുപോലെ തന്നെ 5 എഗ് വൈറ്റാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ മസിൽ ടെക്കിന്റെ ക്രിയേറ്റിൻ മോണോഹൈഡ്രേറ്റ് ക്രിയേറ്റിനാണ്. ഇതൊരു സ്കൂപ്പ് ഞാൻ എടുക്കും. ഇതാണ് എന്റെ പ്രീ വർക്കൗട്ട് മീൽ. ഇതിന് ശേഷമാണ് ഞാൻ ജിമ്മിൽ പോകാറ്. ഇന്നിപ്പോ എടുത്തിട്ടുള്ളത് 2 ബനാന, അതുപോലെ തന്നെ 5 എഗ് വൈറ്റാണ് എടുത്തിട്ടുള്ളത്. ചിലപ്പോൾ അത് മാറും. ചിലപ്പോൾ ഞാൻ എടുക്കുന്നത് 2 ബ്രൗൺ ബ്രെഡോ പ്ലസ് പീനട്ട് ബട്ടർ അങ്ങനെ എന്തെങ്കിലും ഒരു എടുക്കും. അത് ഷഫ്ലായിട്ട് ഇരിക്കും. ഇന്ന് എടുത്തിട്ടുള്ളത് 2 ബനാന പ്ലസ് 5 എഗ് വൈറ്റ്. ഇത് പിന്നെ ഡെയിലി ജിമ്മിന് പോകുന്ന എല്ലാ ദിവസവും ഞാൻ എടുക്കും. 2 ഡേയ്സ് ബ്രേക്ക് ആണ്. അന്ന് എടുക്കാറില്ല. അന്ന് എടുക്കുന്നത് വേ പ്രോട്ടീൻ ആണ്. വേ പ്രോട്ടീൻ അത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇത് കഴിച്ചിട്ട് വരാം. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ ജിമ്മിലൊക്കെ പോവാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും മടിച്ചു നിൽക്കരുത്. ഇന്നത്തെ കാലത്ത് വർക്കൗട്ട് ചെയ്യുന്നത് അത്രയും നല്ലതാണ്. എൻ്റെ ഒരു എക്സ്പീരിയൻസിന്റെ പുറത്താണ് ഞാൻ പറയുന്നത്. ഞാൻ ജിമ്മിൽ പോകാൻ ഒരു മെയിൻ റീസൺ ഉണ്ട്. അതെന്റെ ഒരു പേഴ്സണൽ ഇഷ്യൂ ആണ്. അത് നിങ്ങൾ കമന്റ് ഇട്ട് കഴിഞ്ഞാൽ വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ മെന്റലി സ്ട്രോങ് ആയിരിക്കും, ടെൻഷൻ ഫ്രീ ആയിരിക്കും, എപ്പോഴും പോസിറ്റീവ് മൈൻഡ് ആയിരിക്കും, പോസിറ്റീവ് വൈബ് ആയിരിക്കും. ജിമ്മിന് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വർക്കൗട്ടിന്റെ ജിം ഒന്നും കുഴപ്പമൊന്നുമില്ല. ഡെയിലി എല്ലാ ദിവസവും പോകണമെന്ന് പറയുന്നില്ല. വീക്കിലി 3 to 4 days ആയാലും അടിപൊളിയാണ്. അത് സ്കിപ്പ് ചെയ്യാതെ പോവാം. നിങ്ങൾക്ക് അതിനുള്ള റിസൾട്ട് കാണും. എത്ര സ്ട്രെസ് ഉണ്ടെന്നുണ്ടെങ്കിലും ജിമ്മിൽ പോയി 1-2 മണിക്കൂർ, മാക്സിമം 1 മണിക്കൂർ മതി. 1-2 മണിക്കൂറാണ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള റിസൾട്ട് നിങ്ങൾക്ക് മെന്റലി ഫീൽ ചെയ്യും. ഓക്കെ, എൻ്റെ ഒരു എക്സ്പീരിയൻസിന്റെ പുറത്താണ് ഞാൻ പറയുന്നത്. നല്ല നല്ല ഫുഡ് എടുക്കുക, ജങ്ക് ഫുഡ് ഒഴിവാക്കുക, ഓയിലി ഫുഡ് ഒഴിവാക്കുക. അതുപോലെ തന്നെ ചീറ്റ് മീൽ എടുക്കാൻ കുഴപ്പമില്ല. ബിഗിനിങ്ങിൽ തന്നെ ഡയറ്റ് പിടിക്കണം അങ്ങനൊന്നും പറയുന്നില്ല. നമ്മൾ ഈ ഇതിലോട്ട് ഇന്നായി കഴിഞ്ഞാൽ ഒടുക്കത്തില്ല എന്ന് പറയില്ലേ, അതുപോലെ തന്നെ ജിമ്മിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞ് ആ ഒരു കിക്ക് കിട്ടുന്നുണ്ടല്ലോ, അതിന്റെ ഒരു കിക്ക് വേറെ തന്നെയാണ്. ഞങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റൂല. നിങ്ങൾ ഓട്ടോമാറ്റിക്കലി അഡിക്റ്റഡ് ആയി പോകും വൺസ് യു സ്റ്റാർട്ട് ജിം. ഞാൻ എന്തായാലും ഫിനിഷ് ചെയ്യട്ടെ. അതിപ്പോ അപ്പോഴേക്കും നമുക്ക് ക്രിയേറ്റിൻ ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം. അപ്പൊ അതൊന്നും ഡൈലൂട്ടായി പോകും. ക്രിയേറ്റിൻ 200 ml വാട്ടറിലാണ് ഞാൻ എടുക്കാറ്. ക്രിയേറ്റിൻ എടുക്കുമ്പോൾ നല്ലപോലെ വെള്ളം കുടിക്കണം കേട്ടോ. അത്യാവശ്യം വെള്ളം കുടിക്കുന്നുണ്ട്. അവിടെ കിടന്ന് ഡൈലൂട്ട് ആവട്ടെ. നമുക്ക് പഴം ഫിനിഷ് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ മുട്ടയുടെ ഉണ്ണി ഞാൻ എടുക്കാറില്ല. ഇടക്കെടുക്കും, ഇടക്കെടുക്കാറില്ല. ഇന്ന് എടുത്തിട്ടില്ല, ഇതിപ്പോ ഞാൻ ഒഴിവാക്കും. ഓക്കെ, ഇതെല്ലാം കഴിഞ്ഞൊരു 20 minutes മാക്സിമം ഞാൻ റെസ്റ്റ് എടുത്തതിന് ശേഷം ഞാൻ ജിമ്മിൽ പോവും. വർക്കൗട്ട് കഴിഞ്ഞ് വന്ന് പോസ്റ്റ് വർക്കൗട്ട് ഞാൻ കാണിച്ചു തരാം. സോറി, പോസ്റ്റ് വർക്കൗട്ട് മീൽ ഞാൻ കാണിച്ചു തരാം. പക്ഷേ വർക്കൗട്ട് കഴിഞ്ഞ് വന്നതിന് ശേഷം ഫുഡ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, സോ ഗൈസ്, അപ്പൊ ഇന്നത്തെ വർക്കൗട്ട് ഒക്കെ കഴിഞ്ഞു. ഇനി പുഷ് ഡേ വർക്കൗട്ട് ആയിരുന്നു, സോറി ഫുൾ ഡേ വർക്കൗട്ട് ആയിരുന്നു. ഫുൾ ഡേ വർക്കൗട്ട് എന്ന് പറയുന്നത് ബാക്കിന് ഒരു 3 വേരിയേഷൻ, അതുപോലെ തന്നെ ഷോൾഡറിന് ഒരു 3 വേരിയേഷൻ, ബൈസെപ്സിന് ഒരു 3 വേരിയേഷൻ. എല്ലാവരും അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ചെയ്ത്. ഇതാണ് ഞാൻ പോസ്റ്റ് വർക്കൗട്ട് കഴിഞ്ഞ് അപ്പൊ തന്നെ എടുക്കുന്ന ഒരു
വേ പ്രോട്ടീനാണ്. ഒപ്റ്റിമം ന്യൂട്രീഷൻ്റെ ഓൺടെ കിണ്ണസ് ആണ്, ഒന്നും പറയണ്ട. അത്യാവശ്യം നല്ല റിസൾട്ട് ഉണ്ട്. എല്ലാവരും വർക്കൗട്ട് കഴിഞ്ഞ ഒരു മാക്സിമം 30 മിനിറ്റ്സിനുള്ളിലാണ് ഈ മീൽ എടുക്കുന്നത്. 200 ml വാട്ടറിൽ, നല്ല ചിൽഡ് വാട്ടറിൽ അത് അത്യാവശ്യം അടിപൊളിയാണ് കേട്ടോ. ഞാൻ ഇതിന് മുന്നേ യൂസ് ചെയ്തിരുന്നത് മസിൽ ടെക്കിന്റെ പ്രോട്ടീൻ ആയിരുന്നു, ഡബിൾ റിച്ച്. ഇതും ഡബിൾ റിച്ച് ചോക്ലേറ്റ് തന്നെയാണ്, കിടിലും പറഞ്ഞു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതൊന്നും ഞാൻ ബിഗിനിങ്ങിൽ എടുത്തിട്ടില്ല കേട്ടോ. ഞാൻ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തൊരു 2 month കഴിഞ്ഞതിന് ശേഷമാണ് പ്രോട്ടീൻ പൗഡർ എടുക്കാൻ തുടങ്ങിയത്. പ്രോട്ടീൻ ആയാലും ക്രിയേറ്റിൻ ആയാലും. ഫസ്റ്റത്തെ കൊണ്ടൊന്നും ഞാൻ വെറും എഗ് വൈറ്റ്, ബനാന, ഫുഡ് അങ്ങനത്തെ ഒക്കെ എടുത്തിരുന്നുള്ളൂ. ഇത് ഇനി ഒരു 1 minute നന്നായി ഷേക്ക് ചെയ്യാം. ഇതിന്റെ അഡിക്ഷനായി ഞാൻ ഡെയിലി ഇത് ഞാൻ എടുക്കും. ജിമ്മിന് പോയാലും പോയില്ലെങ്കിലും ഒരു സ്കൂപ്പ് വെച്ച് ഞാൻ ഡെയിലി ഇത് എടുക്കുന്നുണ്ട്. അത്യാവശ്യം മസിൽ റിക്കവറിക്ക് ഏറ്റവും ടോപ്പാണ്. ഞാൻ നെക്സ്റ്റ് ഡേ അതിനുള്ള സീനുള്ള നെക്സ്റ്റ് ഡേ വർക്കൗട്ട് ചെയ്യുന്നത് ഫീൽ ചെയ്യും. ഫാറ്റ് ഗെയിൻ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പാലില് ലോ ഫാറ്റിലോ മീഡിയം ഫാറ്റിലോ പാല് വരുന്നുണ്ട്. ആ പാലില് നിങ്ങൾക്ക് മിക്സ് ചെയ്ത് വേണമെങ്കിൽ കുടിക്കാം. ഞാനിപ്പോ വെള്ളത്തിലാണ്, നല്ല ചിൽഡ് വാട്ടറിലാണ് അടിക്കുന്നത്. അടിപൊളിയാണ്. അടിപൊളി. ഹൂ. ഇനി കുറച്ച് നേരം റെസ്റ്റ് ചെയ്ത് ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് ഞാൻ എൻ്റെ ലഞ്ച് കാണിക്കുന്നുണ്ട്. അപ്പൊ വീഡിയോയിൽ കാണാം. ഓക്കെ. ഹായ് ഗൈസ്. ഒന്ന് ഞാൻ കഴിക്കുന്നത് ഫ്രഷായി, എല്ലാവരുടെയും കഴിഞ്ഞു. ഇപ്പൊ എടുത്തിട്ടുള്ളത് 2 ചപ്പാത്തി, അതുപോലെ തന്നെ ചിക്കൻ, ഒരു 200 gram ചിക്കൻ എയർ ഫ്രൈ ചെയ്തിട്ടുള്ളതാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, കാണുന്ന വിചാരിക്കുന്നു. ഓക്കെ, അത് ഞാൻ കഴിക്കുന്ന വീഡിയോസ് ഞാൻ കാണിക്കുന്നില്ല. ചാനലിൽ മാക്സിമം 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 നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ കമന്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെടുന്നത് പറയുക. ഓക്കെ, ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക മാക്സിമം. സ്കിപ്പ് ചെയ്യാതെ മാക്സിമം കാണും. ചെറിയ ചാനലാണ്, നിങ്ങൾ ഹെൽപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞാൽ ഹാപ്പിയാണ്. ഓക്കെ, സോ കീപ് ഇൻ ടച്ച്. താങ്ക് യു.